Good morning. Welcome to another day in my life in my hometown. ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ദിസ് ഇസ് എസ് കെ ആൻഡ് യു ആർ വാച്ചിങ് എസ് കെസ് വ്ളോഗ്സ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അങ്ങനെ ഇന്ന് ക്രിസ്മസ് ആണ്. മിക്കവാറും ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫ്രഷായി ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചു. ഇന്ന് ഞങ്ങളുടെ തറവാട്ടിൽ ഒരു ക്രിസ്മസ് ഗെറ്റ് ടുഗെദർ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും മസാലക്കറിയുമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി. അടുത്താണ് തറവാട്, അതുകൊണ്ട് സിമ്പിളായിട്ട് റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ അടുത്താണ് തറവാട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് ഞങ്ങളുടെ ഫാമിലി ടെമ്പിളാണ്. എല്ലാം അടുത്തടുത്താണ്, ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ്. അങ്ങനെ ഫൈനലി തറവാടെത്തി. ഇതെൻ്റെ അച്ഛൻ്റെ തറവാടാണ്, കോതേരി. ഇവിടെയാണ് ഇന്ന് ഗെറ്റ് ടുഗെദർ നടക്കാൻ പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ കസിനാണ്, എനിക്ക് പ്രസാദം തരാൻ വന്നതാണ്. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ചു. ഇനി ബിഹൈൻഡ് ഹൗസ് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെയാണ് കുക്കിംഗ് സെക്ഷൻ. ഇതെൻ്റെ അച്ഛൻ്റെ കസിനാണ്, ഇതെൻ്റെ അച്ഛനാണ്. അച്ഛൻ വെറുതെ അഭിനയിക്കാട്ടോ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഇന്നത്തെ പാചകമെല്ലാം ഞങ്ങളുടെ വീട്ടിലെ അച്ഛൻ്റെ കസിൻസിൻ്റെയും അവരുടെ ഫ്രണ്ട്സിൻ്റെയും വകയാണ്. പാചകം ഡ്യൂട്ടി എല്ലാം ആണുങ്ങളാണ് ഏറ്റെടുത്തത്. എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു, വീഡിയോ വന്നു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് സൈലൻ്റായിട്ട് എസ്കേപ്പായി. ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് നോക്കാനായിട്ട് വീണ്ടും ഞാൻ വന്നു. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച സവോളയൊക്കെ കണ്ടു. എല്ലാം ആയി വരുന്നതേ ഉള്ളൂ. ഇതാണ് തൊട്ടിൽ മാമൻ ആൻഡ് മനുബാബായ്. തൊട്ടിൽ മാമന് ക്രെഡിറ്റ് കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളുടെ ഡാൻസ് വീഡിയോ എടുത്തതിന്. പിന്നെ അങ്ങനെ എല്ലാവരും എത്തി, ലഞ്ച് ടൈമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ വ്ളോഗ് ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും എടുത്തില്ല, എന്നാലും കുറച്ച് ഞാൻ എടുത്തു. ഇനി ഒരുപാട് പേരുണ്ടായിരുന്നു, ഓരോരുത്തർ ഓരോ നാട്ടിലാണ്. ഞങ്ങൾ ഇപ്രാവശ്യം കറക്റ്റ് ടൈമിന് ഞങ്ങൾ നാട്ടിലും എത്തി. അങ്ങനെ ഞങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇനി എന്തൊക്കെ ബാക്കിയുണ്ടെന്ന് നോക്കാൻ പോയതാണ്, കാരണം ഞാൻ കഴിച്ചില്ല. ഇത് ചിക്കൻ കറിയും ഇത് കാലിഫ്ലവർ കറിയാണ്, പിന്നെ പപ്പടം. അങ്ങനെ ഫൈനലി ഞാനും ഇരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പാട്ടും ഡാൻസും ഡംഷറാട്സ് അങ്ങനെ ഉണ്ടായിരുന്നു.
അത്യാവശ്യം എല്ലാ ടാലൻ്റ് ഉള്ളൊരു ഫാമിലി മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലിയാണ് എൻ്റേത്. പ്രണയ പുഷ്പമേ മണിമുത്തം തന്നിട്ടോ തനതിന്തത്താനതന്തോ താനേ താനതന്തത്താനിന്നോ താനതന്തത്താനതന്തോ താനതന്തത്താനിന്നോ കരുനാളാനത്തോ നല്ലായിക്കടവത്തോ പരിധി പൂവിരിഞ്ഞത് മുഖത്തോ കണ്ണാടി മൗനത്തോ ഹിന്ദുസ്ഥാനത്തിലെ രാജകുമാരൻ സിന്ദൂരച്ചപ്പുമായി വന്നാലോ കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ കാനനം നീളനി പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ പാട്ട് സെക്ഷൻ കഴിഞ്ഞു. ഫോട്ടോസ് പറയണേ. രാത്രി ഡാൻസ് കളിച്ചു. എനിക്ക് ഞാൻ ഇന്നേവരെ പോയി. അങ്ങനെ അവസാനം ഒരു റീലൊക്കെ ചെയ്ത് അങ്ങനെ നാട്ടിൽ ഇതെൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അത് ചെറുതായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഞങ്ങളടുത്ത് കുറച്ച് ടീച്ചേഴ്സാണ്. ഇങ്ങനൊരു ക്രിസ്മസ് ഗെറ്റ് ടുഗെദർ അറേഞ്ച് ചെയ്ത രമേശ് മാമിന് താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് റിയലി ഫൺ ആഫ്റ്റർ എ ലോങ് ടൈം. ഇങ്ങനെ ഒരു സ്മോൾ ഗെറ്റ് ടുഗെദർ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവർക്കും എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും വൺസ് അഗെയിൻ മേരി ക്രിസ്മസ് ആൻഡ് ഇൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.